ലഞ്ച് നിങ്ങളുടെ സെമി ഫൈനൽ റൗണ്ട്. ഇതൊരു ചെറിയ റൗണ്ട് അല്ല എന്നുള്ള കാര്യം അറിയാം. സെമി ഫൈനലിൽ കയറിയത് തന്നെ ഒരു വലിയ സംഭവമാണ് അല്ലേ? നല്ലൊരു ഇത്രയും ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞിട്ടല്ലേ? വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഗോവൻ റൗണ്ട് കിട്ടിയപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ അതോ എന്താണ്? തറവായിട്ടുള്ള ഏരിയ അല്ല. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വരണ്ടേ? എല്ലാ ഏരിയാസും അല്ലേ? കുറച്ച് ഹോംവർക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഇപ്പോൾ എന്താണ് മനസ്സിൽ, പിന്നെ എന്ത് ഗോവൻ ഐറ്റം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഒരു ലഞ്ച് ടിപ്പിക്കൽ സൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. സൂപ്പ് എന്ത്? പ്രോൺ സൂപ്പ്. പ്രോൺ സൂപ്പിൽ കുറച്ച് തേങ്ങാപ്പാലും ചേർക്കുന്നത്. പിന്നെ ഒരു ഫിഷ് കട്ട്ലറ്റ്. റൈസ്. പിന്നെ പ്ലെയിൻ റൈസ്. അതിൻ്റെ കൂടെ 3 സൈഡ് ഡിഷാണ്. ഒന്ന് ചിക്കൻ തേങ്ങാപ്പാലും ഒഴിച്ചിട്ട്, പിന്നെ പൊട്ടാറ്റോ വെജ് സൈഡ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഓംലെറ്റ്. ഇത് താങ്കളുടെ ക്രിയേഷനാണോ? അതെ, ഗോവക്കാർക്ക് അങ്ങനെ ഒരു ചിക്കൻ ഉണ്ടോ? അല്ല, ഈ അവിടെ നിന്നാണ് കൂടുതലും കൊച്ചി ഭാഗത്തേക്കൊക്കെ ഈ ചിക്കൻ്റെ കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. സെയിം സ്ഥലമൊന്നും അല്ല, രണ്ടും തന്നെയാണ്. കോസ്റ്റലാണെന്ന് മാത്രം. ദാറ്റ് ഇസ് ട്രൂ. പിന്നെ പറഞ്ഞ പോലെ അവിടെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ ഗോവയിൽ. ഫോർട്ട് കൊച്ചിയിലോ ഉണ്ട്. ഡച്ചാണ്, മോർ ഓഫ് ഡച്ച് അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ മാറും തിരിഞ്ഞൊക്കെ വരാറുണ്ട്. കൊങ്കൺ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കൊങ്കൺ ഫുഡ് ഐറ്റംസുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. പോർച്ചുഗീസുകാരുടെ, അതായത് കൊങ്ങിണി ആ ടൈപ്പ് വെജിറ്റേറിയനൊക്കെ ഒരുപാടുള്ള ഏരിയയാണ്. ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് അങ്ങനെ. വെജിറ്റേറിയൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കരമായിട്ടുള്ള വെരി ഫേമസ് ആയിട്ടുള്ള കുറേ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വിന്താലും മാത്രം നിങ്ങൾ പറഞ്ഞു. സോർപോട്ടലുണ്ട്, പിന്നെ സക്കുട്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരുപാട് അതിനെക്കുറിച്ചൊന്നും വലിയ വേറെ അല്ല തോന്നുന്നു അല്ലേ? ഈവൻ ഗോവൻ ഫിഷ് കറി ഈസ് വെരി ഗുഡ്, സ്പൈസി. പുളിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പുളി വെച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ എൻ്റെ വായിൽ നിന്ന് തന്നെ അറിയാണ്ട് വരികയാണ്. എന്തായാലും ഒരു ക്യാച്ച് ചെയ്തു. എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മെനു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഡിസേർട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? മനസ്സിൽ നടക്കുമോ? സമയം കിട്ടില്ലെങ്കിൽ വേറെ. ആ ശരി, നോക്കാം. ഓക്കെ, ബിബിൻക ടൈം കൺസ്യൂമിംഗ് ആണ്. ഇന്നിവിടെ ഗോവൻ രീതിയിലുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു സൂപ്പാണ്, പ്രോൺ സൂപ്പ്. പിന്നെ ഒരു ഫിഷ് കട്ട്ലറ്റ്, ഫിഷ് കറി, പിന്നെ ചിക്കൻ തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറി, പിന്നെ പോർക്ക് വിന്താലും, പിന്നെ ഒരു ഡെസേർട്ട്. എൻ്റെ പേര് ബിബിൻക. ഇത്രയും ഡിഷാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊഞ്ച് പൊളിച്ച് വയ്ക്കും. സൂപ്പിനുള്ള നമുക്ക് ആദ്യമായിട്ട് പ്രോൺസിൻ്റെ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്, സെലറി, ഗാർലിക്, പ്രോൺസ് കട്ട് ചെയ്ത് വെച്ചത്, ക്യാരറ്റ്സ്, ചോണിയൻ, ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സൂപ്പ് ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ക്രഷ് ചെയ്ത പെപ്പർ കോൺസ് ഇടാം. നമ്മൾ ഫിഷ് വെച്ച് 2 വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നൊരു ഫിഷ് കട്ട്ലറ്റ്, പിന്നെ ഫിഷ് കറി, ഗോവൻ ഫിഷ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കട്ട്ലറ്റിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഫിഷാണ്, നെയ്മീനാണ്. ഫിഷ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ സൂപ്പ് ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ബ്രോത്ത് എടുക്കാം. നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. അത് നമ്മൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാളംപൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമുക്കതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. ഇതിന് മുളക് ആഡ് ചെയ്യണം. ഞാനൊരു 1 സ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിക്കും. ഇതിലേക്ക് ഫിഷിൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കും. അടുത്തുണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയാണ്. അതിന് ചെയ്യണം നോക്കാം. നമ്മൾ എണ്ണ ഒഴിക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്തു. സവാള ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മീൻ അടുപ്പിൽ നിന്ന് മാറ്റാം.